നമസ്കാരം സർ. ഒടുവിൽ എല്ലാ പ്രതിസന്ധികളെയും മറികടന്ന് എന്ന് പറയാൻ പറ്റില്ലെങ്കിലും ഏറെക്കുറെ ഒരു വിധത്തിൽ പാർലമെന്റ് നാളെ വഖഫ് ബില്ല് അവതരിപ്പിക്കപ്പെടുകയാണ്. പ്രധാനമായും 4 ചോദ്യങ്ങളാണ് വരിക. ഈ 4 ചോദ്യങ്ങളെ കുറിച്ച് അങ്ങേക്കറിയാവുന്ന കാര്യങ്ങൾ, ഒപ്പം ഈ ബില്ല് നാളെ പാർലമെന്റിൽ അവതരിപ്പിക്കാൻ പോകുമ്പോഴുള്ള താങ്കളുടെ ഒരു നിലപാട്. വഖഫ് നിയമ ഭേദഗതി ബിൽ അവതരിപ്പിക്കുമ്പോൾ രാജ്യമാസകലം വലിയ ചർച്ചകൾ, വലിയ കോളിളക്കങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഭരണ പ്രതിപക്ഷ കക്ഷികൾ രണ്ട് ചേരിയായി തിരിഞ്ഞു നിന്നുകൊണ്ട് മാധ്യമങ്ങളിലും പൊതുസമൂഹത്തിലും വലിയ വാദപ്രതിവാദങ്ങളാണ് നടക്കുന്നത്. എന്നാൽ എന്താണ് ഇതിന്റെ അടിസ്ഥാന കാരണങ്ങൾ എന്ന് ചിന്തിക്കുമ്പോൾ പ്രധാനമായും 4 കാര്യങ്ങളിലാണ് ഈ സംശയം ബാക്കിയുള്ളത് എന്ന് പറയുന്നു. അതായത്, ഈ വഖഫ് ബോർഡ് എന്ന് പറയുന്നത് മുസ്ലിം മതസമൂഹത്തിന്റെ മതപരമായിട്ടുള്ള ഒരു കാര്യമാണ്. ആ വഖഫ് ബോർഡിൽ എന്തിനാണ് അമുസ്ലിം അംഗങ്ങളെ ചേർക്കുന്നത്? ഇതാണ് പ്രധാനമായ ചോദ്യം. കേൾക്കുമ്പോൾ ആർക്കും തോന്നും ശരിയാണല്ലോ. എന്നിട്ട് അതിനോടനുബന്ധിച്ച് ഒരു താരതമ്യം കൂടി ചോദിക്കുന്നുണ്ട്. ദേവസ്വം ബോർഡിൽ ഹിന്ദുക്കൾ മാത്രമല്ലേ ഉള്ളൂ, അവിടെ മറ്റു മതസ്ഥരാരുമില്ല. ക്രൈസ്തവ പള്ളി കമ്മിറ്റികളിൽ ക്രിസ്ത്യാനികളല്ലേ ഉള്ളൂ, അവിടെ മറ്റാരുമില്ല. പിന്നെ ഈ വഖഫ് ബോർഡിൽ മാത്രം മുസ്ലിം അംഗങ്ങളെ ചേർക്കേണ്ടതിന്റെ കാര്യം എന്താണ്? ഇതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, വഖഫ് സ്വത്തുക്കൾ അളന്ന് തിട്ടപ്പെടുത്തുന്ന കാര്യത്തിൽ കളക്ടർമാരെ ഉൾപ്പെടുത്തുന്നു. കളക്ടർമാർക്ക് അവിടെ എന്താണ് അധികാരം? അപ്പൊ സർക്കാർ നേരിട്ട് ഇടപെടുകയല്ലേ? ഇതാണ് രണ്ടാമത്തെ ചോദ്യം. പിന്നെ വഖഫിന്റെ സ്വത്തുക്കൾ ഓഡിറ്റ് ചെയ്യണം, കേന്ദ്ര ഗവൺമെന്റ് നിർബന്ധം പിടിക്കുന്നു, ഓഡിറ്റിംഗ് വേണം എന്ന് പറയുന്നു. ഇതൊക്കെ ആഭ്യന്തര കാര്യമല്ലേ? അവരത് ഓഡിറ്റ് ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്താൽ നിങ്ങൾക്ക് എന്താണ് കുഴപ്പം? അങ്ങനെ ഈ പ്രധാനപ്പെട്ട 4 കാര്യങ്ങളാണ് ഇത് സംബന്ധിച്ചുള്ള ചോദ്യങ്ങളായിട്ട് ഉയരുന്നത്. പൊതുസമൂഹത്തിൽ ഇതേ സംബന്ധിച്ച് കൃത്യമായൊരു ക്ലാരിറ്റി കൊടുക്കാൻ ആരും പ്രത്യേകം ശ്രദ്ധിക്കുന്നുമില്ല. എങ്ങനെയെങ്കിലും വിഷയം വഷളാക്കി കുളം കലക്കി മീൻ പിടിക്കുന്ന ഒരു ശൈലിയാണ് ഇതിലെ രാഷ്ട്രീയ ലാഭം എന്നുള്ള നിലയിൽ കാണുമ്പോൾ നമ്മൾ ഒരു മാധ്യമം എന്നുള്ള നിലയിൽ ജനങ്ങളോട് ഇതിന്റെ സത്യം പറയാൻ ബാധ്യസ്ഥരാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വിഷയം ഇപ്പോൾ സംസാരിക്കാൻ തയ്യാറാവുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ വഖഫ് ബോർഡ്, വഖഫ് ട്രിബ്യൂണൽ, ഇത് രണ്ടായിട്ട് നമ്മൾ കാണുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ വഖഫ് ട്രിബ്യൂണൽ എന്ന് പറഞ്ഞാൽ കോടതിയാണ്. അതായത് വഖഫ് ട്രിബ്യൂണൽ എന്ന് പറയുന്ന കോടതി ഇന്ത്യ ഗവൺമെന്റിന്റെ ഏറ്റവും താഴെയുള്ള മുൻസിഫ് കോടതി, മജിസ്ട്രേറ്റ് കോടതി, ജില്ലാ കോടതി, ഹൈക്കോടതി, സുപ്രീം കോടതി, ഇങ്ങനെയൊക്കെയുള്ള സംവിധാനങ്ങൾക്ക് പാരലായി വഖഫ് സ്വത്തുക്കളെ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി ഉണ്ടാക്കിയ കോടതിയുടെ പേരാണ് വഖഫ് ട്രിബ്യൂണൽ. അപ്പോൾ ഈ കോടതിയിൽ മാത്രമേ വഖഫ് സ്വത്തുക്കളെ സംബന്ധിച്ചുള്ള കേസ് നടത്താൻ പാടുള്ളൂ. അല്ലാതെ മുൻസിഫ് കോടതി, മജിസ്ട്രേറ്റ് കോടതി, ജില്ലാ കോടതി അങ്ങനെയൊന്നും പോകാൻ പാടില്ല. ഇതാണ് ഇപ്പോൾ നിലവിൽ 1995 നിയമ ഭേദഗതിയിലൂടെ കോൺഗ്രസ് ഗവൺമെന്റ് വഖഫ് ബോർഡിൽ ഉണ്ടാക്കിയ മാറ്റം. ഇത് ഭരണഘടനയുടെ ഭാഗമായി എഴുതി ചേർത്ത് വെച്ചു. അതായത് വഖഫ് ബോർഡിന്റെ സ്വത്തുക്കളോ അത് സംബന്ധിച്ചുള്ള തർക്കങ്ങളോ സർക്കാരിന്റെ കോടതിയിലേക്ക് പോകാൻ പാടില്ല. വഖഫിന്റെ സ്വന്തം കോടതിയായ വഖഫ് ട്രിബ്യൂണലിൽ മാത്രമേ പോകാൻ പാടുള്ളൂ. ഇതാണ് അതിന്റെ ഒരു കാര്യം. പക്ഷെ ഇവിടെ കൈകാര്യം ചെയ്യുന്നത് മുസ്ലിങ്ങളുടെ മാത്രം സ്വത്തല്ല. ഉദാഹരണത്തിന് മുനമ്പത്ത് ഇപ്പോൾ 404 കുടുംബങ്ങൾ, അവരൊന്നും മുസ്ലിങ്ങളല്ല, ക്രിസ്ത്യാനികളും ഹിന്ദുക്കളുമാണ്. അപ്പോൾ ആ വിഷയത്തിൽ ഇവര് കോടതിയിൽ പോകാൻ പറ്റില്ല. മുനിസിപ്പൽ കോടതി, മജിസ്ട്രേറ്റ് കോടതിയിലൊന്നും പോകാൻ പറ്റില്ല. വഖഫ് ട്രിബ്യൂണൽ എന്ന് പറയുന്ന വഖഫ് കോടതിയിലേ പോകാൻ പറ്റും. അവിടെ ചെല്ലുമ്പോൾ ആ വഖഫ് ട്രിബ്യൂണൽ എന്ന് പറയുന്ന കോടതിയിലെ ജഡ്ജിമാരാരാണ്? അത് മുഴുവൻ മുസ്ലിങ്ങളാണ്, മുസ്ലിം മതപണ്ഡിതന്മാരാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ശരിയാ കോടതിയാണത്, ശരിയത്ത് കോടതി. അപ്പൊ മുസ്ലിം മത നിയമ കോടതിയിൽ പോയി മുസ്ലിം മതപണ്ഡിതന്മാരായ ജഡ്ജിമാരുടെ മുമ്പിൽ മുസ്ലിങ്ങൾ അല്ലാത്തവർ തങ്ങളുടെ സ്വത്തിന് വേണ്ടി കേസ് വാദിച്ചാലുള്ള അവസ്ഥ എന്താണ്? അതുകൊണ്ട് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള മേഖലകളിൽ മുസ്ലിങ്ങൾ അല്ലാത്ത ആൾക്കാർ വേണം എന്ന് നിയമ ഭേദഗതി കൊണ്ടുവരികയാണ്. എന്നാൽ മുസ്ലിങ്ങൾ അല്ലാത്ത ആൾക്കാരെന്ന് പറയുമ്പോൾ അവർ ആരാണ്? MLA മാര്, MLC മാര്, MP മാര്, ജില്ലാ കളക്ടർ, ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരെയാണ് ഇതിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ എല്ലാ കാലത്തും MLC, MLA, MP, ജില്ലാ കളക്ടർ ഒക്കെ മുസ്ലിം ആകാൻ സാധ്യതയില്ല. അതിനെയാണ്
അമുസ്ലിങ്ങൾ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വലിയ ഭയപ്പാടുണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അപ്പോൾ അടുത്ത ചോദ്യം ചോദിക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ ദേവസ്വം ബോർഡിൽ ഇതൊന്നും ഇല്ലല്ലോ, അങ്ങനെയാണ് ദേവസ്വം ബോർഡിലും അഹിന്ദുക്കളെ ചേർക്കണ്ടേ, ക്രിസ്ത്യാനി മുസ്ലിമിനെയൊക്കെ ചേർക്കണ്ടേ, എന്താ ചേർക്കാത്തത്? അപ്പൊ ഇത് മുസ്ലിമിനോടുള്ള ഒരു വിവേചനമല്ലേ? പക്ഷെ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ നിയമങ്ങൾ അനുസരിക്കുന്ന ഒരു സംവിധാനമാണ്. അതായത് ഇന്ത്യയിലെ ദേവസ്വം ബോർഡ് തർക്കം ഉണ്ടായാൽ ഇന്ത്യയിലെ കോടതിയിലാണ് പോകുന്നത്, അല്ലാതെ ദേവസ്വം കോടതി ഇല്ല. വഖഫിന് സ്വന്തമായി വഖഫ് കോടതി ഉള്ളതുപോലെ ദേവസ്വം ബോർഡിന് സ്വന്തം ദേവസ്വം കോടതി ഇല്ല, ഹിന്ദു കോടതി ഇല്ല, അമ്പല കോടതി ഇല്ല. അതുപോലെ ക്രിസ്ത്യൻ പള്ളിയില് ക്രിസ്ത്യൻ കോടതി ഇല്ല, പള്ളി കോടതി ഇല്ല. വേണമെങ്കിൽ കാനോൻ നിയമമൊക്കെ ഉണ്ട്, ഞങ്ങൾ അങ്ങനെ ചെയ്യുള്ളൂ എന്നുള്ള വാശിയൊന്നും അവർക്കില്ല. അപ്പൊ ക്രിസ്ത്യാനികളാണെങ്കിലും ഹിന്ദുക്കളാണെങ്കിലും സിഖുകാരാണെങ്കിലും ആരാണെങ്കിലും അവരുടേതായ തർക്കങ്ങൾക്ക് വേണ്ടി അവര് ഇന്ത്യയുടെ കോടതിയെ അംഗീകരിക്കുന്നു, കോടതിയിൽ പോകുന്നു. അതുകൊണ്ട് തന്നെ ദേവസ്വം ബോർഡും വഖഫ് ബോർഡും തമ്മിൽ ഒരിക്കലും നമുക്ക് താരതമ്യം ചെയ്യാൻ സാധ്യമല്ല. അങ്ങനെ ചെയ്യുന്നത് തെറ്റാണ്, അങ്ങനെ ചെയ്യുന്നത് ദുഷ്ടലാക്കോട് കൂടിയാണ്. രണ്ടാമത്തെ കാര്യം പറയുന്നത്, കളക്ടർമാർ ഇതിൽ വരുന്ന എന്തിനാണ്? വഖഫിന്റെ നിയമം അനുസരിച്ച് സർക്കാരിന്റെ ഭൂമി വഖഫ് ചെയ്യാം. അതായത് ഇപ്പൊ ഡൽഹിയിലെ സംസ്ഥാനത്തിന്റെ 77% വഖഫ് ഭൂമിയാണ്. പാർലമെന്റ് ഇരിക്കുന്നത് വഖഫ് ഭൂമിയിലാണ്, സുപ്രീം കോടതി ഇരിക്കുന്നത് വഖഫ് ഭൂമിയിലാണ്. അപ്പൊ അങ്ങനെയൊക്കെ സെക്രട്ടേറിയറ്റ് ഇരിക്കുന്നത് വഖഫ് ഭൂമിയിലാണ്, 77% വഖഫ് ഭൂമിയാണ്. അപ്പൊ സർക്കാരിന്റെ ഭൂമിയും വഖഫ് ചെയ്യാം. ഇങ്ങനെയൊക്കെ ഉള്ളപ്പോൾ അവിടെ ഈ ഭൂമിയുടെ ഉടമസ്ഥാവകാശം സംബന്ധിച്ചുള്ള ആധികാരികമായ തീരുമാനം പറയേണ്ട വ്യക്തി, തീരുമാനം എടുക്കേണ്ടയാൾ ഭരണകൂടത്തിന്റെ ഭാഗമായ റവന്യൂ അധികാരിയായ ജില്ലാ കളക്ടറാണ്. അതിനെയും ഈ വഖഫിന്റെ ബോർഡിന്റെ നിയമത്തെ എതിർക്കുന്നവർ ചോദ്യം ചെയ്യുകയാണ്. വഖഫ് ചെയ്ത ഭൂമി മുസ്ലിമിൻ്റെതാണ്, അവിടെ പിന്നെ എന്തിനാണ് കളക്ടർ എന്നാ ചോദിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ഈ വഖഫ് ഭൂമി മുസ്ലിമിന്റെ മാത്രമായിരിക്കണം. ഇത് സർക്കാരിന്റെ ഭൂമി മുസ്ലിം എടുത്തോണ്ട് പോയി, ഹിന്ദുവിന്റെ ഭൂമി എടുത്തോണ്ട് പോയി, ക്രിസ്ത്യാനിയുടെ ഭൂമി എടുത്തോണ്ട് പോയി, എന്നിട്ട് തീരുമാനം ഉണ്ടാക്കുമ്പോൾ മുസ്ലിം മതപണ്ഡിതന്മാർ തീരുമാനിച്ചോളാമെന്ന് പറഞ്ഞാൽ അതെന്ത് ജനാധിപത്യ, അതെന്ത് മര്യാദയാ? അതുകൊണ്ടാണ് കളക്ടറെ ഉൾപ്പെടുത്തുന്നത്. നാലാമത്തെ ചോദ്യം, ഈ കേന്ദ്രം എന്തിനാണ് ഓഡിറ്റ് നടത്തുന്നത്? ഞങ്ങളുടെ കണക്ക് ഞങ്ങൾ നോക്കിക്കോളാം, മുത്തവല്ലിമാരെ വെച്ചിട്ടുണ്ട്, മുത്തവല്ലിമാര് കണക്ക് ചെയ്തോളും എന്ന് പറയും. നമുക്കറിയാം ദേവസ്വം ബോർഡിന്റെ കണക്ക് ഓഡിറ്റ് ചെയ്യുന്നത് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ആണ്. അത് ഇന്ത്യ നിയമം അനുസരിച്ചുള്ള ചാർട്ടേഡ് അക്കൗണ്ടന്റുമാരാണ്. ഇവിടുത്തെ സകല ക്രിസ്ത്യൻ പള്ളികളുടെയും അവരുടെ ട്രസ്റ്റുകളുടെയും പണം ഓഡിറ്റ് ചെയ്യുന്നത്, കണക്ക് ഓഡിറ്റ് ചെയ്യുന്നത് ഇവിടുത്തെ ചാർട്ടേഡ് അക്കൗണ്ടൻസ് ആണ്. അപ്പോൾ അവര് അതൊക്കെ അംഗീകരിച്ച് ഇന്ത്യയുടെ ഗവൺമെന്റിന്റെ നിയമം അനുസരിച്ച് കണക്ക് ഓഡിറ്റ് ചെയ്യുമ്പോൾ ഈ വഖഫ് ബോർഡിന്റെ സ്വത്ത് മാത്രം ഞങ്ങൾ ഓഡിറ്റ് ചെയ്തോളാം എന്ന് പറഞ്ഞാൽ ഇത് മതരാജ്യമല്ലല്ലോ, ഇത് ഇസ്ലാമിക രാജ്യമല്ല, ഇത് ശരീഅത്ത് നിയമം അനുസരിച്ച് നടക്കുന്ന നാടുമല്ല, ഇതൊരു സ്വതന്ത്ര ജനാധിപത്യ മതേതര രാജ്യമാണെന്ന് എല്ലാവരും ആണയിട്ട് പറയുമ്പോൾ പിന്നെ ഈ 4 ചോദ്യം ചോദിച്ച് എന്തിനാണ് വഴിതെറ്റിക്കുന്നത്? അപ്പോൾ ഇത്തരം കാര്യങ്ങൾ വളരെ വ്യക്തമായി ജനങ്ങൾ അറിയേണ്ടതുണ്ട്. ഇതിന് എതിർവാദമായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്, അല്ല നിങ്ങൾക്ക് ഹൈക്കോടതിയിൽ പോകാം, സുപ്രീം കോടതിയിൽ പോകാം. ശരിയാണ്, മുൻസിഫ് കോടതി, മജിസ്ട്രേറ്റ് കോടതി, ജില്ലാ കോടതിയിലൊന്നും കേസ് കൊടുക്കത്തില്ലെന്നേ ഉള്ളൂ. ഈ വഖഫ് ട്രിബ്യൂണൽ എടുക്കുന്ന തീരുമാനത്തിന് അപ്പീൽ കൊടുക്കാൻ വേണ്ടി നമുക്ക് ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലോ പോകാമെന്നാണ് ഈ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും മുസ്ലിം ലീഗും ഒക്കെ പറയുന്നത്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ വഖഫ് ട്രിബ്യൂണൽ എടുത്തിരിക്കുന്ന കാര്യത്തിന് അപ്പീലല്ല, റിവിഷൻ പെറ്റീഷൻ ആണ് കൊടുക്കുന്നത് ഹൈക്കോടതിയിൽ അല്ലെ സുപ്രീം കോടതി. എന്നിട്ട് ഈ ഹൈക്കോടതിയും സുപ്രീം കോടതിയും എങ്ങനെയാണ് തീരുമാനം എടുക്കുന്നത്? വഖഫ് നിയമം അനുസരിച്ചാണ് എടുക്കുന്നത്. കാരണം വഖഫിന്റെ സ്വത്ത് വഖഫിന്റെ നിയമം അനുസരിച്ച് മാത്രമേ വിചാരണ ചെയ്യാൻ പാടുള്ളൂ. നിയമപരമായിട്ട് വിചാരണ വരുമ്പോൾ വഖഫിന്റെ സ്വത്ത് വഖഫ് നിയമം അനുസരിച്ചേ ചെയ്യത്തുള്ളൂ. അത് ഹൈക്കോടതിയാണെങ്കിലും അത് സുപ്രീം കോടതിയാണെങ്കിലും ഇന്ത്യൻ നിയമം അനുസരിച്ചല്ല ചെയ്യേണ്ടി വരുന്നത്, വഖഫ് നിയമം അനുസരിച്ച്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് മുകളിൽ, ഇന്ത്യയിലെ കോടതികൾക്ക് മുകളിൽ, സുപ്രീം കോടതിക്ക് മുകളിൽ ഇവിടെ വഖഫ് ട്രിബ്യൂണൽ എന്ന് പറയുന്ന ഒരു കോടതി നിലനിൽക്കുന്നു എന്ന് പറയുന്നത് തന്നെ ജനാധിപത്യത്തിനും മതേതരത്വത്തിനും അങ്ങേയറ്റം നാണക്കേടും അപകടകരവുമാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.